ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് SSLC സോഷ്യൽ സയൻസിൽ നിന്നും ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നുള്ള 11ാമത്തെ ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 2025 പബ്ലിക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിന് വെയിറ്റേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3 മാർക്ക് ഒരു കാരണവശാലും ആരും മിസ്സാക്കരുത്. അപ്പോൾ ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു കുഞ്ഞ് ഷോർട്ട് വീഡിയോ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 വൺ വേർഡ് ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സോഷ്യോളജി. സോഷ്യോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ദാറ്റ് ഈസ് അഗസ്തെ കോംതെ. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഷ്യോളജിക്ക് മാത്രമായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് തുടങ്ങിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ദറ്റ് ഈസ് ബോംബെ യൂണിവേഴ്സിറ്റിയാണ്. ഇത് കൂടാതെ ഒരു 4ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പല ക്വസ്റ്റ്യൻ പേപ്പറിലായിട്ട്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് സ്റ്റഡി ഇൻ സോഷ്യോളജി? ഈ സോഷ്യോളജിയുടെ പഠനത്തിലെ ഡിഫറെന്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് explain how the interview is different from case study. എങ്ങനെയാണ് ഇന്റർവ്യൂ ഒരു കേസ് സ്റ്റഡിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് explain how the interview is different from observation. ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ നിന്നും ഡിഫറെൻ്റ് ആയിരിക്കുന്നത്. ദെൻ മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് ഓഫ് സോഷ്യോളജി? സോഷ്യോളജി എന്ന് പറയുന്ന ഒരു പാർട്ടിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്? സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 2ഓളം വൺ മാർക്ക് ക്വസ്റ്റ്യൻസും പിന്നെ 4ഓളം ഒരു 3-4 മാർക്കിന്റെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇതുവരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മക്കളെ ഈ ക്വസ്റ്റ്യൻസ് ഒരു കാരണവശാലും സ്കിപ്പാക്കരുത്. അപ്പോൾ ഈ പാഠം ഒന്ന് പഠിച്ച് സെറ്റ് ആക്കിക്കോളും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ കൊണ്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അരമണിക്കൂർ ഈ ഒരു ചാപ്റ്റർ സെറ്റ് അല്ലേ? അപ്പോൾ റെഡി ആക്കിയിട്ട് പെട്ടെന്ന് പോകുന്നുള്ളൂ മക്കളെ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഷോർട്ടിനകത്ത് നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൻ്റെ ഒരു ഷോർട്ട് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സോ ടെൽ ദെൻ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ബൈ.